അധ്യക്ഷൻ അഡ്വക്കേറ്റ് വർഗീസ് മാമൻ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ, നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ ആന്റോ ആന്റണി, കുര്യൻ സാർ ഉൾപ്പെടെയുള്ള വേദിയിലുള്ള ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ ദിവസം ബോംബെയിലെ ശിവാജി പാർക്കിൽ രാജ്യം സാക്ഷ്യം വഹിച്ചത് ദശലക്ഷക്കണക്കിന് ജനങ്ങൾ തടിച്ചുകൂടി അവിടെ ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ഒരു സമാപനം മാത്രമായിരുന്നില്ല. ആ തടിച്ചുകൂടിയ ജനലക്ഷങ്ങൾ അവർ ഒരു മതത്തിൽപ്പെട്ടവരായിരുന്നില്ല, ഒരു ജാതിയിൽപ്പെട്ടവരായിരുന്നില്ല, ഒരു ഭാഷ സംസാരിക്കുന്നവരായിരുന്നില്ല, ഒരു ഭക്ഷണം കഴിക്കുന്നവരായിരുന്നില്ല, ഒരു വേഷം ധരിക്കുന്നവരായിരുന്നില്ല. അവിടെ തടിച്ചുകൂടിയ ദശലക്ഷങ്ങൾ ഇന്ത്യയുടെ പരിച്ഛേദമായിരുന്നു, ഇന്ത്യയായിരുന്നു, ഇന്ത്യയുടെ ബഹുസ്വരതയായിരുന്നു. ആ തടിച്ചുകൂടിയ ദശലക്ഷങ്ങൾ പറഞ്ഞത്, ഉൾക്കൊണ്ടത് ഒരേ വികാരമാണ്, ഒരേ ശബ്ദമാണ്. ആ തടിച്ചുകൂടിയ ദശലക്ഷങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചതാണ്, അത് തന്നെയാണ് ഇന്ത്യയിലെ ജനങ്ങളും തീരുമാനിക്കാൻ പോകുന്നത്. നമ്മൾ ജയിക്കും, ഇന്ത്യ ജയിക്കും. നമ്മുടെ ഗവൺമെന്റ് വരുമ്പോൾ ഈ ജനദ്രോഹ നടപടികളുമായി മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടി ഒരേ ശബ്ദത്തിൽ രാജ്യമൊട്ടാകെ തയ്യാറായി കഴിഞ്ഞു എന്നാണ് ആ ശിവാജി പാർക്ക് സാക്ഷ്യം വഹിച്ചത്. ഇവിടെ പ്രതിപക്ഷ നേതാവ് ഗ്യാരണ്ടികളെ കുറിച്ച്, മോദിക്ക് ഗ്യാരണ്ടികളെ കുറിച്ച്, അതിന്റെ പൊള്ളത്തരങ്ങളെ കുറിച്ച് വിശദീകരിച്ചു. ജനങ്ങളുടെ മുന്നിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ഗ്യാരണ്ടികളുണ്ട്, രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച ഗ്യാരണ്ടികളുണ്ട്. അതിലെല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ച ഗ്യാരണ്ടികളാണ്. കോൺഗ്രസ് ഗ്യാരണ്ടി പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ പറഞ്ഞത് നടപ്പാക്കുക എന്നാണ്. നമുക്ക് ആത്മവിശ്വാസത്തോടെ നമ്മൾ നടപ്പിലാക്കിയ തൊഴിലുറപ്പ് പദ്ധതി, ഭക്ഷ്യസുരക്ഷ, വിവരാവകാശ നിയമം, ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ള, നമ്മൾ സാക്ഷാത്കരിച്ച, ജനങ്ങൾക്ക് നൽകിയ അവകാശങ്ങളാണ്. അതേപോലെ തന്നെയാണ് കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഗ്യാരണ്ടികൾ നമ്മൾ സാക്ഷാത്കരിച്ചു എന്നുള്ളതിന്റെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈ 25ഓളം ഗ്യാരണ്ടികൾ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. നമ്മൾ ബി.ജെ.പിയുടെ തെറ്റായ നയങ്ങൾ വീടുകളിൽ കയറി പറയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ഗ്യാരണ്ടികളെ കുറിച്ച് കൂടി പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഓരോ വിഷയവും എടുത്തു നോക്കിയാൽ, ഇപ്പോൾ പത്തനംതിട്ട ജില്ലയെ പോലും കർഷകർക്ക് വേണ്ടി മിനിമം താങ്ങുവില ഉറപ്പാക്കുമെന്ന ഗ്യാരണ്ടിയാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. യുവാക്കളോട് കോൺഗ്രസ് പറയുന്നത് എല്ലാ തരത്തിലുമുള്ള ജോലികൾ, അത് വേക്കൻസികൾ നമ്മൾ ഫില്ല് ചെയ്യുന്നതാണ്. സ്ത്രീകളോടായി കോൺഗ്രസ് പറയുന്നത് 1 ലക്ഷം രൂപ ഓരോ കുടുംബത്തിലെയും, നിർധനായ കുടുംബത്തിലെ സ്ത്രീകൾക്ക് ലഭിക്കും, കൊടുക്കും എന്നുള്ള ഗ്യാരണ്ടികളാണ്. ആ ഗ്യാരണ്ടികൾ കൂടി നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചാൽ തീർച്ചയായും നമ്മൾ 20 സീറ്റും ജയിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയവുമില്ല. നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ ആന്റോ ആന്റണി പത്തനംതിട്ട ജില്ലയുടെ ആവശ്യങ്ങളും അതേപോലെ തന്നെ വികസന സ്വപ്നങ്ങളും ഒക്കെ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് മാത്രമല്ല, ഫാസിസ്റ്റ് ഭരണ പോരാട്ടത്തിൽ ഏറ്റവും മുൻപന്തിയിൽ തന്നെ രാഹുൽ ഗാന്ധിക്കൊപ്പം ഇടതുവശത്ത് തന്നെ ആന്റോ ആന്റണി ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ആന്റോ ആന്റണിയെ വിജയിപ്പിക്കാനായി കൈപ്പത്തി ചിഹ്നത്തിൽ നമുക്ക് എല്ലാവർക്കും വോട്ട് രേഖപ്പെടുത്താൻ ജനങ്ങളോട് അഭ്യർത്ഥിക്കാം. ഒരുമിച്ച് പോരാടാം, ഒരുമിച്ച് വിജയിക്കാം. ജയ് ഹിന്ദ്, ജയ് UDF, ജയ് ആന്റോ ആന്റണി. കോൺഗ്രസിന്റെ സീനിയർ നേതാവും മുൻ മന്ത്രിയുമായ നമ്മുടെ പ്രിയപ്പെട്ട പന്തള സുധാകരൻ. പ്രിയപ്പെട്ട അധ്യക്ഷൻ, എൻ്റെ പ്രിയ സ്നേഹിതൻ അഡ്വക്കേറ്റ് വർഗീസ് മാമൻ അവറുകളെ, പ്രിയങ്കരനായ ഉദ്ഘാടകൻ ശ്രീ വി.ഡി. സതീശൻ അവറുകളെ, വേദിയിലുള്ള നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ജനപ്രതിനിധി ശ്രീ ആന്റോ ആന്റണി, പ്രിയപ്പെട്ട പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ, ശ്രീ കുര്യൻ സാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, എൻ്റെ ഈ ഏറ്റവും ഒടുവിൽ ഈ പ്രസംഗത്തിന്
വിളിക്കുന്ന ഒരു കടുങ്കൈ വർഗീസ് മാമൻ ചെയ്ത് എന്നോടുള്ള വ്യക്തിപരമായ സ്നേഹം കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും അതിൻ്റെ ആവശ്യമില്ല. കാരണം കഴിഞ്ഞ KSU യൂത്ത് കോൺഗ്രസ് കാലഘട്ടം മുതൽ ഒരുമിച്ച് ഒരു കുടുംബാംഗങ്ങളെ പോലെ പ്രവർത്തിച്ച് വന്ന എൻ്റെ പ്രിയപ്പെട്ട ശ്രീ ആൻ്റോ ആൻ്റണി കഴിഞ്ഞ 15 വർഷമായി നിങ്ങളുടെയും എൻ്റെയും പ്രിയപ്പെട്ട ജനപ്രതിനിധിയാണ്, MP ആണ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ തലയുയർത്തി നിൽക്കുന്ന, ഞങ്ങളൊക്കെ KSU കാലത്തും യൂത്ത് കോൺഗ്രസ് കാലഘട്ടത്തിലും അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്ന ഇത്രയും സൗമ്യനായ, അല്ലെങ്കിൽ ഞങ്ങൾ പറയാറുള്ള വിനീതനായ വിനീതനായ ശ്രീ ആൻ്റോ ആൻ്റണി എന്നാണ്. അത്ര ഹൃദയ വിശുദ്ധിയുള്ള ഒരു നേതാവായതുകൊണ്ട് തന്നെയാണ് മതസൗഹാർദ്ദത്തിൻ്റെ സംഗമ ഭൂമിയായ, രാഷ്ട്രീയ ബോധമുള്ള ഈ പത്തനംതിട്ട ജില്ലയിൽ 4ാമതും നമ്മുടെ ജനപ്രതിനിധിയായി നമ്മളെ അഭിമുഖീകരിക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചത്. തീർച്ചയായും ഒരു സംശയം വേണ്ട, കുര്യൻ സാറ് പറഞ്ഞതുപോലെ ഇതൊരു തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ആഘോഷമായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ കയ്യിലൊരു ഷാൾ ഉണ്ടായിരുന്നു. ഞാൻ ശ്രീ ആൻ്റോ ആൻ്റണി ആ ഷാൾ അണിയിച്ചുകൊണ്ട് പറഞ്ഞു, എന്തായാലും റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഷാൾ ഇടാനുള്ള അവസരം ഉണ്ടാകുകയില്ല, കാരണം അദ്ദേഹം ഡൽഹിയിലേക്ക് പോകും. എല്ലാ നന്മകളും വമ്പിച്ച ഭൂരിപക്ഷത്തോട്, കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി പ്രിയപ്പെട്ട ശ്രീ ആൻ്റോ ആൻ്റണി വിജയിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് കഠിനാധ്വാനം നടത്താം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. ഫോർവേഡ് ബ്ലോക്കിന്റെ ജില്ലാ സെക്രട്ടറി ശ്രീ മലയാലപ്പുഴ ശ്രീ കോമളൻ. ബഹുമാനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, UDFിൻ്റെ ജില്ലാ ചെയർമാൻ ശ്രീ വർഗീസ് മാമൻ, ഈ കൺവെൻഷൻ ഇവിടെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, നമ്മുടെ ആദരണീയായ നേതാവ് ശ്രീ PJ കുര്യൻ സാറ്, ശ്രീ സതീഷ് കൊച്ചുപറമ്പിൽ, നമ്മുടെ മുൻ UDFിൻ്റെ ചെയർമാനും കൺവീനറുമായിരുന്ന ശ്രീ പന്തളം സുധാകരൻ, ശ്രീമതി ജബി മേത്തർ ഉൾപ്പെടെയുള്ള UDFിൻ്റെ നേതാക്കളെ, ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ വളരെ പ്രൗഢോജ്ജലമായ ഒരു കൺവെൻഷനാണ് ഇവിടെ നടന്നു കഴിഞ്ഞത്. നരേന്ദ്രമോദിയുടെ റോഡ് ഷോ എന്നിവിടെ ഒന്നുമല്ലെന്ന് തെളിയിക്കുന്ന UDF പ്രവർത്തകരുടെ ആവേശമാണ് നമ്മളിവിടെ കണ്ടത്. ഈ ആവേശം ഒന്നായി നിന്ന് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയി നമ്മുടെ പ്രിയങ്കരനായ, നമ്മുടെ പത്തനംതിട്ടയുടെ എല്ലാമായ ശ്രീ ആൻ്റോ ആൻ്റണിയുടെ വിജയത്തിന്, അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുവാനുള്ള പരിശ്രമവുമായി മുന്നോട്ട് പോകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്, അതിനുവേണ്ടി നമുക്കെല്ലാം ഒന്നിച്ച് മുന്നേറാം, ഒന്നിച്ച് പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. CMP ജില്ലാ സെക്രട്ടറി തങ്കമ്മരാജൻ ഒറ്റ വാക്കിൽ അഭിവാദ്യം അർപ്പിക്കും.